നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. വരുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ജയിച്ച് ലേബർ പാർട്ടി അധികാരത്തിലെത്തിയാൽ ഒരിക്കലും നേരെയാക്കാൻ കഴിയാത്ത ഹാനിയായിരിക്കും രാജ്യത്തിനുണ്ടാക്കുക എന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് മുന്നറിയിപ്പ് നൽകുന്നു. ലേബർ പാർട്ടിക്ക് ഒരു വൻ ഭൂരിപക്ഷം ലഭിക്കാതിരിക്കുന്നതിനുള്ള അവസാന ശ്രമമെന്ന നിലയിൽ കെയർ സ്റ്റാർമർ അധികാരത്തിലെത്തിയാൽ ഉടനടി നടപ്പാക്കുമെന്ന് കരുതപ്പെടുന്ന നയങ്ങളെ എടുത്തു പറഞ്ഞാണ് ഋഷി സുനക് വിമർശിച്ചത്. ലണ്ടനിലെ T20 ലോകകപ്പ് വിജയാഘോഷത്തിനിടെ ഇന്ത്യൻ ആരാധകൻ പോസ്റ്റിൽ നിന്നും വീണ അപകടം ദേശീയ പതാക കെട്ടാൻ ശ്രമിക്കവെയെന്നാണ് റിപ്പോർട്ട്. വടക്കു കിഴക്കൻ നൈജീരിയയിൽ നടന്ന ചാവേർ ആക്രമണത്തിൽ 18 പേർ കൊല്ലപ്പെടുകയും 19 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തതായി എമർജൻസി സർവീസ് അറിയിച്ചു. ഗോസ്വ പട്ടണത്തിൽ നടന്ന 3 സ്ഫോടനങ്ങളിൽ ഒന്ന് വിവാഹ ചടങ്ങിനിടെയാണ് നടന്നതെന്നാണ് റിപ്പോർട്ട്. ഇസ്രയേലുമായുള്ള വെടിനിർത്തൽ ചർച്ചകളിൽ പുരോഗതിയില്ലെന്ന് ഹമാസ്. ബന്ദിമോചനം സാധ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇസ്രയേലിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് ചർച്ചകളിൽ പുരോഗതിയില്ലെന്ന് ഹമാസ് അറിയിച്ചിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറാൻ ജോ ബൈഡന് മേൽ സമ്മർദ്ദമെന്ന് റിപ്പോർട്ട്. ട്രംപുമായുള്ള സംവാദത്തിൽ ഏറെ പിന്നിലായ ബൈഡൻ പിന്മാറുന്നതാകും നല്ലതെന്ന് ഡെമോക്രാറ്റിക് പാർട്ടിയിലും അഭിപ്രായം. കോടതിയെ നീതിയുടെ ക്ഷേത്രമായും ജഡ്ജിമാരെ ദൈവമായും താരതമ്യം ചെയ്യുന്നത് അപകടമെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് D.Y. ചന്ദ്രചൂഡ്. ജഡ്ജിമാർ സ്വയം അങ്ങനെ കാണുന്നത് അതിലേറെ അപകടമാണെന്നും അദ്ദേഹം പറഞ്ഞു. കർണാടകയിലെ മുഖ്യമന്ത്രി തർക്കം തൽക്കാലം ഒത്തുതീർപ്പിലേക്കെന്ന സൂചന നൽകി D.K. ശിവകുമാറിന്റെ ഇടപെടൽ. മന്ത്രിമാർക്കും MLA-മാർക്കും കർശന നിർദ്ദേശവുമായി D.K. ശിവകുമാർ തന്നെ രംഗത്തെത്തിയതോടെയാണ് വിവാദങ്ങൾക്ക് താൽക്കാലിക വിരാമം ഉണ്ടായത്. കേരളത്തിൽ SSLC പാസ്സായ പല കുട്ടികൾക്കും എഴുത്തും വായനയും അറിയില്ലെന്ന മന്ത്രി സജി ചെറിയാൻ. ആലപ്പുഴയിൽ സ്വകാര്യ സ്ഥാപനത്തിന്റെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കവെയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത പരാജയത്തിന് പിന്നാലെ CPM ജില്ലാ കമ്മിറ്റികളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വലിയ വിമർശനം. ഏറ്റവും ഒടുവിൽ ആലപ്പുഴയിലെയും കോട്ടയത്തെയും ജില്ലാ കമ്മിറ്റികളിലാണ് മുഖ്യമന്ത്രിയുടെ ശൈലികൾക്കും ചില മന്ത്രിമാരുടെ പ്രവർത്തനങ്ങൾക്കുമെതിരെ വിമർശനം ഉയർന്നത്. 17 വർഷങ്ങൾക്ക് ശേഷം T20 ലോകകപ്പ് കിരീടമുയർത്തി ഇന്ത്യ. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 7 റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യ 2ാം T20 ലോകകപ്പ് സ്വന്തമാക്കുന്നത്. ഇതോടെ ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.